ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇറ്റ്സ് മീ അക്ഷയ് ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ഇത് എന്താ പുതിയ മൈൻക്രാഫ്റ്റാണ് ഇപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ പറഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ലൈക്ക് ടാർഗറ്റ് 100 ലൈക്ക് 100 അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ആദ്യം തന്നെ നമുക്കൊരു വില്ലേജ് തപ്പുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് 2 മരമൊക്കെ വെട്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. ഇത് എപ്പിസോഡ് 1 ആണ് ഗൈസ്. അപ്പോൾ നമ്മളിനി പോവുകയാണ്. ഇതിപ്പോൾ കുറേ ദിവസമായി ഇട്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ബെഡ് ഉണ്ടാക്കാനും നോക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒപ്പം ഒരുത്തുണ്ട് ഗൈസ്. എൻ്റെ എൻ്റെ വല്യമ്മയുടെ കുട്ടി, ഏറ്റവും ചെറിയ കുട്ടി എന്താ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അത് ഹലോ പറഞ്ഞു. ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമ്മളെ മാറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ എപ്പോഴും വീഡിയോ ഇടുന്ന പോലെ അല്ല ഇത്. 4 ഇതല്ല. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതൊക്കെ റെഡിയാക്കാം. സെറ്റിങ്സ് ഒന്ന് നേരാക്കാണ്ട് ഗൈസ്. നമ്മൾ ആദ്യം തന്നെ ചോട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആടിനെ വെട്ടാനാണ്. ഇപ്പോൾ ഒന്നിനും ഉണ്ടാക്കില്ല, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ അബി? എൻ്റെ പേരാണ് അബി. ഗൈസ് നമ്മൾ ആടിനെ എടുക്കാൻ പോകുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലക്ഷ്യം നമ്മളെ ബെഡാണ്. ഇപ്പോൾ 3 ആയിട്ടുണ്ട്. ഇനി കളറൊരു പൂ വെച്ച് കളറാക്കിയതാ. പക്ഷേ ഇതങ്ങനെ നേരാക്കുമെന്ന് പറഞ്ഞു. എനിക്കിത് നേരാക്കാൻ വയ്ക്കില്ല. ചേട്ടാ പറഞ്ഞാ ഇത് കുറേ ഇഷ്യൂസ് കിട്ടും. ഞാൻ ഒക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ കണ്ടു. ഹെൽത്തൊക്കെ അടിക്കൊക്കെ ആക്കണം ഉണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഇതാക്കും. അപ്പം ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഓനക്കും അറിയില്ല. ഓൻ ഇത് കളിച്ചായിരുന്നു. അപ്പോൾ ഫ്രീ ഫയർ കളിക്കണേ. ഞങ്ങൾ 2 ഫ്രീ ഫയർ കളിക്കാറുണ്ട്. നിങ്ങൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ കളിച്ചിട്ട് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. പറ്റിയാണ്, വായിൽ വഴങ്ങണില്ല. അപ്പോൾ ഇതാ നമ്മളിതാ പോകണുണ്ട് കേട്ടോ. എന്താ ചെയ്യണമെന്ന് നമുക്കും അറിയണില്ല. കണ്ടോ ഈ മഞ്ഞ അത് ആക്കിയിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ബെഡ് ഉണ്ടാക്കാം. ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ എടുക്കുകയാണ്. ഗൈസ് നമ്മുടെ ലുക്ക് എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയാണ്. എങ്ങനെയുണ്ട് അബിയെ? സെറ്റ്. ഞാൻ പറയുന്നത് സെറ്റാണ്. നിങ്ങളങ്ങനെ ഇതാക്കണേ അറിയില്ല. ഒരു 100 ലൈക്ക് അടിക്കാൻ പറഞ്ഞ 100 ലൈക്ക് എല്ലാവരും അടിക്കണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. സബ്സ്ക്രൈബും ചെയ്യണ്ടോ? അപ്പം എൻ്റെ ഇവിടുത്തെ ചെക്കനാണ്. ഓനെപ്പോഴും എൻ്റെ വീട്ടിൽ വരില്ല. കാരണം അവനക്ക് കളിക്കാൻ ആരുമില്ല. അവൻ്റെ ഏട്ടനും മുമ്പനൊക്കെ ഉണ്ട്. അബി നോക്കടാ, ചെറിയ അമ്മ കൊന്നാലോ? നമുക്ക് വള്ളത്തിൽ വിടാം. പോയിക്കോട്ടെ. മറ്റേ അതിനെ കൊല്ലാതെ പോയി വള്ളത്തിൽ പോയടാ. അതാ ഗൈസ് നമ്മളിങ്ങനെ വില്ലേജ്, ആദ്യം നമ്മളെ ലക്ഷ്യം വില്ലേജാണ്. വില്ലേജ് തേടിയിട്ടാണ് നമ്മൾ ബേസ് ഉണ്ടാക്കുക. നമ്മൾ ബെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓറഞ്ച് ബെഡൊക്കെ ആക്കും. എൻ്റെ ഫേവറേറ്റ് കളർ ഓറഞ്ചാണ്. എൻ്റെ ഏതാ? ഓറഞ്ചോ? ഇത് ലൈറ്റ് മഞ്ഞ. എൻ്റെ കോഴീനെ കൊല്ലാൻ ഫുഡ് ഇല്ല. പച്ചക്ക് കഴിഞ്ഞേണ്ടിയിരുന്ന തോന്നുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് നൊയ്യാലാണത്. പുതിയ മൈൻക്രാഫ്റ്റിന് ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. ഒന്ന് കുളിക്കാം. വന്നേക്കന്നെ ഒരു കുളി പാസ്സാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് ഓഫ് ക്യാമറയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതാണ് കണ്ടോ, ഒരു ദിവസമായിട്ടുണ്ട്. ഞാനിവിടെ തന്നെ ഇതാക്കുന്നു. ഞാൻ ഒരു വില്ലേജ് തേടി അങ്ങനെ പോയി കറങ്ങി തീരുന്നു. കുറേ നേരം അവിടെ തന്നെ എത്തി. പിന്നെ ഞാൻ വഴി കണ്ടുപിടിച്ചു. അത് കണ്ടോ, ഇപ്പോൾ നമ്മളെത്തി. ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടായി. സ്റ്റോണിലേക്ക് മാറണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇങ്ങനെയല്ല എൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ കൺട്രോള്. അതാണ്. അടുത്തതൊക്കെ റെഡിയാക്കാം. കിഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഏട്ടൻ കളിക്കുന്നുണ്ട്. കിഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം. നമ്മൾ ഡയമണ്ടൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അതാ നമ്മൾ ഒത്തിരി ലോങ്ങാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കേവ് കണ്ടെത്തിയിട്ടുണ്ട്. ചെറിയ ബ്ലോസ് ഉണ്ട് റയർ സ്ഥലത്ത്. അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
ഡയമണ്ട് ലക്ഷ്യം വെച്ച് നമ്മളിപ്പോൾ തന്നെ ഇറങ്ങുകയാണ് ഗൈസ്. ഞാൻ കുറച്ച് ഓഫ് ക്യാമറയിൽ കുറച്ച് സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വള്ളത്തേക്ക് ചാടാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുകയാണ്. എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ആകെ മഴയത്ത് ഇതാക്കി ഇന്നലെ മഴയത്ത് ആകെ കളിച്ച് റെഡിയായി. സൗണ്ട് അടിപൊളിയായിട്ടുണ്ട്, റെഡി. അപ്പം നമ്മൾ കഴിഞ്ഞ് ഇങ്ങോട്ട് ചാടാൻ നിൽക്കുകയാണ്. ഇനി ഇപ്പോൾ ചാടിക്കഴിഞ്ഞാൽ നേരെ അടിക്ക് ചാടി ഇറങ്ങും. ഓക്കെ, നമ്മൾ കറക്റ്റ് സ്ഥലം നോക്കുകയാണ്. ഇന്നിപ്പോൾ വീട്ടിൽ ആരുമില്ല. അപ്പോൾ അവൻ വെറുതെ വന്നിക്കുകയാണ് കേട്ടോ. ഞാൻ വിളിച്ചൊന്നുമില്ല കേട്ടോ, വന്നാണ്. അത് വന്നപ്പോൾ ഒരു അയണുണ്ട്. അപ്പം അയൺ തന്നെ നമുക്ക് തുടങ്ങാം. ആണോ സോംബി ഇപ്പം ഞങ്ങൾ എത്ര ദൂരത്തുനിന്ന് കാണുന്നത് ഞാൻ ആലോചിക്കണം. കണ്ടില്ല ഗൈസ്. ഇപ്പോൾ റീസ്പോൺ സെറ്റ് ചെയ്യാം നമുക്കിപ്പോൾ എവിടെയൊക്കെ. കോളൊക്കെ ഉണ്ട്, കോൾ എടുക്കാനൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അബി എന്തൊന്നും പറയാത്ത ഒരു സോംബി വന്നിട്ടുണ്ട്. ചാവെന്ന് അറിയില്ലേ പോയി പൊട്ടന്മാർ. നമ്മളെന്താ ചെയ്യണേ? ഇനി നമ്മൾ ഡയമണ്ട് എടുക്കാൻ പോകണം. അത് തന്നെ ഗൈസ്. ചെക്കനൊക്കെ അറിയട്ടെ. ചെക്കൻ ഫസ്റ്റ് കളിച്ചിരുന്നു, പിന്നെ എൻ്റെ ഫോണ് ലേഗായി. ഓൻ്റെ ഫോണില്ല, എൻ്റെ അമ്മേൻ്റെ ഫോണ്. പിന്നെ അങ്ങനെ നിർത്തി ഗൈസ്. അങ്ങനെ നിർത്തിയാണ് ഗൈസ്. അപ്പം ഞങ്ങളെ റൂട്ട് ചെറുതായിട്ടൊന്ന് റൂട്ട് തെറ്റി. ഞാൻ ഫോൺ വാങ്ങണം. അവിടെ കണ്ട് പുതിയ ഫോൺ വാങ്ങണം എന്നൊക്കെ വരാൻ പറയണം. ആകെ 2 എത്തിയിട്ടുള്ളൂ. പക്ഷെ അവനക്ക് ഉണ്ടോ, എൻ്റെ ഏട്ടൻ ഇപ്പോൾ ഗൾഫിലായിരുന്നു. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഫോണ് ഇവിടെ ഉണ്ട്. പിന്നെ 3 ഫോണുണ്ട്, അല്ല 4 എണ്ണം ഉണ്ട്. അതിലൊന്നും എനിക്ക് എടുക്കാം. പക്ഷെ ഒരെണ്ണം കേടായി. ലബിയെ നമ്മൾ ആ വെള്ളം ഒലിച്ച് ഇതാക്കിയപ്പോൾ ഇവിടെ കുറച്ച് അയൺ കണ്ടിട്ടുണ്ട്. അയൺ നമ്മൾ എടുത്തു. എന്താ ഇനി വാട്ടർ ബക്കറ്റ്, പിന്നെ അതിൻ്റെ ഒരു പിക്കാസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ചത്ത് കഴിഞ്ഞ സാധനങ്ങൾ പോകില്ല കേട്ടോ. ഇവിടെ റീസ്പോൺ സെറ്റാക്കണം. ഞാൻ ചൂടും പിടിച്ചിട്ടുണ്ട് കേട്ടോ. 6 അയൺ കിട്ടിയിട്ടുണ്ട്. 10 ഗോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ലവിയ ചെക്കന് കൂടുതൽ താല്പര്യം ഫ്രീ ഫയറും പാട്ടും ഫുട്ബോളൊക്കെയാണ്. എനിക്ക് അതുതന്നെയാണ് എനിക്കും. പക്ഷേ വ്യത്യാസങ്ങൾ കുറേ ഉണ്ടല്ലോ. അപ്പം ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഇതുണ്ടാക്കണം, ഫർണൈസ്. അതുകൊണ്ട് നമ്മൾ അയൺ കുക്ക് ചെയ്ത് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഓഫ് ക്യാമറയിൽ ഒരു ഡയമണ്ട് കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ ആ വെള്ളത്തിൽ കൂടെ ഒഴുകി നിന്നപ്പോൾ ഒരു ഡയമണ്ട് കണ്ടുപിടിച്ചായിരുന്നു. ഗൈസ് ഇപ്പോൾ ഒന്നും അതെന്താ വെച്ച് കഴിഞ്ഞാൽ പറയാൻ കുറച്ച് ഇതുണ്ട്. പക്ഷെ തൊണ്ടവേദന എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഡയമണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ പോകണില്ല. കാരണം ഞാൻ അതിൻ്റെ സാധനങ്ങളൊന്നും റെഡിയാക്കിയില്ല. ഞാൻ മേലൊക്കെ പോയി. എന്നിട്ട് ഫുഡില്ലാത്തതുകൊണ്ട് എന്നിട്ട് ഞാൻ കുറേ പന്നീനെ എന്തൊക്കെ കൊന്നു. കുറച്ച് മരമൊക്കെ വെട്ടി ഇപ്പോൾ റെഡിയായി പിന്നെ ഇറങ്ങിയതാണ്. അതിൻ്റെ ഉള്ളിൽ ചത്തിട്ടൊന്നുമില്ല. പക്ഷെ സാധനങ്ങൾ പോകില്ല. കണ്ടപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. 5 ഡയമണ്ട് കിട്ടി. അടിയിൽ നിന്ന് ഗോൾഡും കിട്ടി ഗൈസ്. അതിന് ഞാൻ ഒന്നുകൂടി പോയൊക്കെ നോക്കിയിട്ടു. ശരിക്ക് ഇതാക്കിയില്ല. കിട്ടുമോ എനിക്കറിയില്ല. ഞാൻ പോയി നോക്കാം. ഇതിനെ പോയപ്പോഴാട്ടോ കിട്ടി. ഈ ഗുഹയിൽ ഞാൻ അവിടെ ലൈറ്റൊക്കെ വെച്ച് കണ്ടാവും. ലൈറ്റൊക്കെ വെച്ച് ഇതാക്കിയത്. അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് 1 എണ്ണം കിട്ടിയത്. പിന്നെ അപ്പുറത്തുണ്ട് 3 4 ഉണ്ടായിരുന്നു. അത് കൊടുത്തു. അപ്പം ഞാൻ പിന്നെ ഉണ്ടോയെന്ന് ഇറങ്ങി നോക്കാൻ പോയി. അവിടെ ലാവൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പിന്നെ ആകെ എനിമിയാണ്. എനിമി പറയുമ്പോൾ ഫ്രീ ഫയർ കളിച്ചത് ആകെ സോംബി സ്കെൽട്ടനൊക്കെയാണ്. അവിടെ ആകെ ഇതാണ്, അലമ്പാണ്. ഞാൻ കൂടുതൽ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയില്ല. ഫാൻ കൊടുത്തു ഗായ്സ്. ഇനി ആകെ അതിൻ്റെ സൗണ്ട് ആക്കരം. അതിൽ ഒച്ചത്തിൽ പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മളിവിടെ ലൈറ്റൊക്കെ വെക്കുന്നുണ്ട്. മേലൊക്കെ വെക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ലാക്കണ്ടോ. ഞാൻ പറഞ്ഞില്ല, അലമ്പ് സാധനം. എനിക്ക് ഇഷ്ടമല്ല ഈ സ്കെൽട്ടനെ. സോംബിനെ ഇപ്പോൾ നമുക്ക് പിന്നൊരു കൈ നോക്കാം.
സ്കെൽട്ടൺ അയച്ചെങ്കിൽ കണ്ടോ അവിടെ അടിയായി ഇവിടെ തമ്മിൽ. അപ്പോൾ നമ്മൾ അടിയെടുത്ത് കൊണ്ടുപോയി. ഇതാണ് അലമ്പ് പരിപാടി. എന്ത് പരിപാടിയാന്നാവും. ഇനി ആകെ വാങ്കിൻ്റെ സൗണ്ടാക്കുക കണ്ടോ, ആകെ വന്നടിക്കും. ഇനി ആ സ്കെൽട്ടൻ അത് ഇനിയിപ്പോൾ കാണും. പിന്നെ ഷീൽഡ് മാറ്റുമ്പോൾ പിന്നെയും കാണും. കണ്ടോ അലമ്പാണ്. ഒരു അടി ഇട്ടിക്കാൻ 2 HP ഒക്കെ പോകുന്നത്. അതാണ് എനിക്ക് അലമ്പ്. വേറെ ഒന്നെങ്കിൽ കുഴപ്പമില്ല, ക്രീപ്പറോ ഷീൽഡ് പിടിച്ച് കഴിഞ്ഞാൽ ക്രീപ്പർ ഇതാവില്ലോ. പിന്നെ അതിന് അയൺ ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷെ ഇപ്പോൾ അയണും ഗോൾഡൊക്കെ കണ്ടോ. ഇതാണ് ഞാൻ ചത്തിട്ടുണ്ട്. ഫുഡ് തിന്നാം, ഉറങ്ങണം, ആകണം. അപ്പോൾ നിങ്ങൾ ദിവസം കണ്ടോ, ആ ഒരു ദിവസത്തിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുകയാണ്. അപ്പം ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഈ ഡയമണ്ടിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ചെറിയ ചെക്കനാണ്. അങ്ങോട്ട് ഞാൻ പോയി. അവിടെ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുക്കാൻ നിന്നില്ല വലിയെന്ന് നമുക്ക് നോക്കാം. ഞാൻ പിന്നെ അത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഓർമ്മയില്ല. കുറേ കിടന്ന് മല്ലിക്കെട്ടുണ്ട്, കാരണം എന്താവുന്നില്ല. കുറേ ഞെക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് വരുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ മണ്ടത്തരം കാണിച്ചു ഗൈസ്. ഞാൻ അവിടെ കയറി നിന്ന് ഒരു ബ്ലോക്ക് എടുത്തങ്ങ് വെച്ചപ്പോൾ ഫുള്ള് എന്നെ വെച്ചോട്ടെ ഞാൻ ചത്തു. പക്ഷേ വലിയ കുഴപ്പമില്ല, ചത്ത സാധനങ്ങളൊന്നും അതിന് കുഴപ്പമില്ല ഗൈസ്. പിന്നെ നമ്മൾ അങ്ങോട്ട് വെല്ലിപ്പിടിച്ച് പോകുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനാണ് പോണത്. അമ്മേ, ഞാൻ പുതിയൊരു ഡൈനോസറിൻ്റെ ഗെയിം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടാം, വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും ഇടാം. ലൈറ്റ് ആക്കാനുണ്ടോ ഞാൻ ഈ കിടന്ന് പായണ, കാരണം എന്തെങ്കിലും സ്പോണാവും തന്നെ ഉണ്ട് ആ കലമ്പ. ഇനി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അലമ്പാവും. ഓക്കെ ഓക്കെ. അപ്പം എൻ്റെ ഒരു ഫോണുണ്ട്, ഞാൻ ചാർജ് നേരാക്കി. ഞാൻ ഡയമണ്ട് നോക്കുകയാണ്, അത് ഞാൻ ഒന്ന് ചാർജ് ഇതാക്കി ഒന്ന് നേരാക്കിയിട്ടു. അപ്പോൾ ഇതാക്കുക ചാർജായി നോക്കട്ടെ. ആ കലമ്പ് പരിപാടി ഇവ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അബി എല്ലാം അത് ചിറിച്ച് പറഞ്ഞ് നടക്കും. ഓക്കെ ചത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മളെ സ്വന്തം ലാലു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചത്തിട്ടുണ്ട്. അപ്പോൾ ലാലു ഒരു ഹായ് പറഞ്ഞ ഹായ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ 100 ലൈക്കാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്. Bye bye guys. Hello guys. Bye bye.